ലക്ഷദ്വീപ പ്രഭയിൽ ശ്രീ പത്മനാഭസ്വാമിക്കുള്ള മുറജപത്തിന് സമാപനമായി. 1,00,000-ലധികം തിരികളിട്ട വിളക്കുകളുടെയും വൈദ്യുതി ദീപങ്ങളുടെയും പ്രഭയിൽ ശ്രീ പത്മനാഭസ്വാമി സന്നിധി ഭൂലോക വൈകുണ്ഠമായി മാറി. ഗരുഡ വാഹനത്തിൽ ശ്രീവേലിയോടെ 56 ദിവസം നീണ്ട മുറജപത്തിനാണ് അവസാനമായത്. ഇനി 2032 അടുത്ത മുറജപം. മകരസംക്രമ ദിനത്തിൽ അനന്തപുരിയെ ദീപപ്രഭയിലാക്കി ലക്ഷം ദീപങ്ങൾ തെളിഞ്ഞു. സന്ധ്യ മയങ്ങിയ നേരത്ത് ശ്രീ പത്മനാഭസ്വാമിയുടെ സന്നിധിയിൽ ഓരോന്നായി തെളിഞ്ഞ ദീപങ്ങൾ ആയിരങ്ങളായി, പതിനായിരങ്ങളായി, ലക്ഷങ്ങളായി. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപത്തിന് 282 വർഷത്തെ ചരിത്രം പറയാനുണ്ട്. അനുദിന തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തുടങ്ങിയ മുറജപം ലക്ഷദ്വീപത്തിന് ഇന്നും രാജകീയ പ്രൗഢിയാണ്. ലക്ഷദ്വീപ് പ്രഭയിൽ ജ്വലിച്ച വൈകുണ്ഠനാഥൻ 10,000-കണക്കിന് ഭക്തർക്ക് പുണ്യദർശനമായി. 4 ഗോപുരനടകളിലായി മതിലകത്തിനകത്തും പുറത്തും നെയ്ത്തിരിയിലും എണ്ണത്തിരിയിലും അഗ്നി പകർന്ന് ഭക്തർ ആത്മനിർവൃതി നേടി. ദീപവിസ്മയത്തിൽ ആറാടിയ കിഴക്കേ നടയായിരുന്നു അതിഗംഭീരം. നയനമനോഹര കാഴ്ചകൾക്കായി ഭക്തർ തിങ്ങി നിറഞ്ഞു. തുടർന്ന് രാത്രി മുറജപത്തിന്റെ ഭാഗമായ അവസാന മുറശ്രീവേലി ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ. മുറജപത്തിലെ അവസാന മുറശ്രീവേലി തൊഴാനായി ക്ഷേത്രാങ്കണത്തിനുള്ളിൽ വൻ ഭക്തജന തിരക്കായിരുന്നു. രാജാവിന്റെ സ്ഥാനം വഹിക്കുന്ന മൂലം തിരുനാൾ ബാലരാമവർമ്മയുടെ കാർമ്മികത്വത്തിൽ ഗരുഡ വാഹനത്തിൽ പത്മനാഭസ്വാമിയെ എഴുന്നള്ളിച്ചു. രാജ്യവിസ്തൃതിക്കായി യുദ്ധങ്ങൾ നടത്തിയ മാർത്താണ്ഡവർമ്മ പശ്ചാത്താപത്തിൽ പാപപരിഹാരത്തിനായി തുടങ്ങിയതാണ് മുറജപം. 3 നൂറ്റാണ്ടിനോട് അടുക്കുമ്പോഴും ഇന്നും മുറജപത്തിനും ലക്ഷദ്വീപത്തിനും രാജഭരണകാലത്തെ പ്രൗഢിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. 2 നൂറ്റാണ്ടിന് ശേഷവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം ലക്ഷദ്വീപത്തിന്റെ ലക്ഷ്യമൊന്നാണ്: ദേവപ്രീതിയും രാഷ്ട്രസമൃദ്ധിയും. 6 വർഷം കഴിഞ്ഞെത്തുന്ന മുറജപത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി ഭക്തർ. ക്യാമറമാൻ ജയചന്ദ്രൻ പിള്ളമാറയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.